ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ദേ ഈ 3 കളർ നൂല് കൊണ്ട് ഇന്നത്തെ പരീക്ഷണം എന്താണെന്നല്ലേ? ദേ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വർക്കിലേക്ക് പോകാം. നമുക്ക് കസ്റ്റമർ അയച്ചു തന്നൊരു മോഡൽ പിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു സർക്കിൾ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. നമ്മുടെ അടുത്ത് സർക്കിൾ വരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രെയിം വെച്ചിട്ട് തന്നെ സർക്കിൾ വരയ്ക്കുന്നത്. ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്കൊരു നെയിം എഴുതിയാലോ? മോഡൽ പിക്ക് നമ്മുടെ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എഴുതിയ പേരെന്തോ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും ലൈനൊക്കെ വരച്ച് കുറച്ചും കൂടി വൃത്തിക്ക് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യാണ്. നെയിം എഴുതിയിട്ടുള്ളൊരു ഡിസൈനിങ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലേ, ഡ്രസ്സിലും അതുപോലെ ബാഗ്, അങ്ങനെ എല്ലായിടത്തും നമ്മൾ നെയിം എംബ്രോയ്ഡറി. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യത്തെ ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ. ചെയ്യാതിരിക്കാൻ വേറെ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വർക്ക് നമുക്കിതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ. പലതരത്തിലായിട്ട് നെയിം എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം കേട്ടോ. പഠിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും. പഠനം കൊണ്ട് മാത്രമല്ല കേട്ടോ ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടാവും. ചിലർക്ക് ഇപ്പോഴും തന്നെ തൻ്റെ കഴിവുകൾ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാവില്ലേ? നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്ത് അതിനായി സമയം കണ്ടെത്തുക കേട്ടോ. ഞാൻ തന്നെ ഈ മേഖലയിലേക്ക് വരുന്ന ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. ഡിസൈനിങ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് എംബ്രോയ്ഡറിയും കാര്യങ്ങളും ഒട്ടും അതിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതും ഞാനിപ്പോൾ പഠിച്ചിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് കേട്ടോ. അല്ലാതെ ഞാൻ ഇത് പഠിച്ചൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഓരോന്ന് ചിന്തിച്ച് എന്ത് ചെയ്താലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അത് എനിക്കെൻ്റെ കുട്ടികളുടെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ എനിക്കൊരു വരുമാന മാർഗം കൂടി ആവണം. അങ്ങനെ ചെയ്യുന്ന എന്ത് ജോലിയാണ് എനിക്കുള്ളതെന്നൊക്കെ ഒരുപാട് ഞാൻ ആലോചിച്ചിട്ട് എടുത്തൊരു സംരംഭമാണ് കേട്ടോ ഈ ഒരു ഡിസൈനിങ്. ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു മേഖലയിലേക്ക് പോയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ ഞാൻ തന്നെ യൂട്യൂബുകളിലും വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഡ്രസ്സുമ്മ ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് കണ്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈയൊരു മേഖലയിലേക്ക് എത്തിയത്. ഹൗസ് വൈഫായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. ഇന്നിവിടെ ഒന്നിനും സമയമില്ല എന്നൊരു കാരണം ഒരിക്കലും ഒരു കാരണമല്ല കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ ഹൗസ് വൈഫായിട്ട് ഇരുന്നു കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ മക്കളോ ബാക്കിയുള്ളവരോ ആരും നമുക്ക് വേണ്ടിയിട്ട് ഒരു തടസ്സമാവില്ല കേട്ടോ. എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു മോട്ടീവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് അച്ചീവ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ പേജ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.